ഞാൻ 500 ഗ്രാം അട എടുത്തിട്ടുണ്ട്. 250 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അട ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലോട്ട് 2.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായി വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അടയിട്ട് ഇത് വേവിച്ചെടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടയിട്ട് കൊടുക്കാം. ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി. അട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് അട. ഇനി ഈ അടയുടെ ഈ തിളപ്പിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞ് നോർമൽ വാട്ടറിൽ 2 പ്രാവശ്യം കഴുകി ഊറ്റിയെടുക്കാം. 900 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. 1/2 കിലോ അടയ്ക്കാണ് 900 ഗ്രാം ശർക്കര എടുത്തിരിക്കുന്നത്. ശർക്കര ഇപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പായസം റെഡിയാക്കി തുടങ്ങാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. തേങ്ങ വറുത്തെടുത്ത അതേ നെയ്യിൽ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. പായസം റെഡിയാക്കി തുടങ്ങാം. തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്തെടുത്ത് അതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് വേവിച്ച് കഴുകി ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന അടയിട്ട് ഒന്ന് വറട്ടിയെടുക്കാം. അട ഇട്ട് കൊടുക്കാം. അട നെയ്യിലിട്ട് വറട്ടിയെടുക്കാം. അട ഒത്തിരി ഒന്ന് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു കുറച്ചൊന്ന് വരട്ടിയെടുത്താൽ മതിയാകും. ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരിപ്പ് വെച്ച് അരിച്ച് ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് അരിപ്പ് വെച്ച് അരിച്ചൊഴിക്കുന്നത്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അട ശർക്കരയുമായി യോജിച്ച് നന്നായിട്ടൊന്ന് വരണ്ട് കിട്ടണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ശർക്കരയുടെ കുത്തലൊന്ന് മാറിക്കിട്ടുന്നതിനും പായസത്തിന് നല്ലൊരു കളർ കിട്ടുന്നതിനും വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി ഊറ്റിയെടുത്തിരിക്കുന്ന ഒരു 1/4 കപ്പ് ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. ചവ്വരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് വരണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ 2-ാം പാൽ ഒഴിച്ചത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം.
രണ്ടാം പാൽ ഒഴിച്ചത് കുറുകി കിട്ടുന്നത് വരെ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ പായസം അടിക്ക് പിടിക്കും. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. രണ്ടാം പാൽ ഒഴിച്ച് പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പായസത്തിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ചുക്കുപൊടി. ചുക്കുപൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചുക്കുപൊടി ചേർത്തപ്പോൾ പായസത്തിന് നല്ലൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചുക്കുപൊടി പായസത്തിൽ ഒഴിവാക്കാതിരിക്കുക. പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പായസം തിളക്കരുത്, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും. 2 കപ്പ് ഒന്നാം പാല്. ഒന്നാം പാലും ചേർത്ത് പായസം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.